കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ യൂത്ത് ലീഗ് നേതാവ് ഷമീർ പയ്യനങ്ങാടി. അഹമ്മദ് ദേവർകോവിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഷമീറിന്റെ ആരോപണം. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് സർക്കാർ നീക്കങ്ങൾ അദ്ദേഹം ചോർത്തി നൽകിയെന്നും ഷമീർ പയ്യനങ്ങാടി ആരോപിച്ചു. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ അഹമ്മദ് ദേവർകോവിൽ പ്രവർത്തിച്ചത് നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആജ്ഞകൾക്കനുസരിച്ചാണെന്നാണ് മുൻ നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഷമീൽ പയ്യനങ്ങാടിയുടെ ഗുരുതര വെളിപ്പെടുത്തൽ. ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ INL അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ സാർ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പോപ്പുലർ ഫ്രണ്ടുമായിട്ട് വ്യക്തമായ ബന്ധമുള്ള ആളുകളാണ് ദേവർകോവിലും പ്രൊഫസർ മുഹമ്മദ് സുലൈമാനും അടക്കമുള്ള ആളുകൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് പോലും പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ. മാത്രമല്ല, പോപ്പുലർ ഫണ്ടിന്റെ കീഴിലുള്ള റിഹാബ് ഫൗണ്ടേഷനിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഇന്നും നിലനിർത്തിക്കൊണ്ടുപോവുകയാണ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി നൽകിയതും അഹമ്മദ് ദേവർകോവിലാണെന്നാണ് ഷമീർ പയ്യനങ്ങാടി ആരോപിക്കുന്നത്. INLന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് സുലൈമാനും പ്രസിഡന്റായ അഹമ്മദ് ദേവർകോവിലും ഡൽഹി കേന്ദ്രീകരിച്ച പോപ്പുലർ ഫ്രണ്ട് നടത്തിയ പരിപാടികളിൽ പങ്കെടുത്തിരുന്നുവെന്നും പോപ്പുലർ ഫ്രണ്ടിന് കീഴിലുള്ള റിഹാബ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് സ്ഥാനം INLന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് സുലൈമാൻ രാജിവെച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് ഷമീർ പയ്യനങ്ങാടി. കൂടാതെ താനൂരിൽ ബോട്ട് അപകടത്തെ തുടർന്ന് ലൈസൻസ് റദ്ദാക്കിയ ബോട്ടിന് ലൈസൻസ് പുതുക്കി നൽകുന്നതിനായി അഹമ്മദ് ദേവർകോവിലിന്റെ PA അൻവർ സാദത്ത് പണം വാങ്ങിയെന്നും ആരോപിക്കുന്നുണ്ട് ഷമീർ പയ്യനങ്ങാടി. അഹമ്മദ് ദേവർകോവിലിന്റെ വകുപ്പിന്റെ കീഴിലായിരുന്നു മാരിടൈം ബോർഡ്. ആ മാരിടൈം ബോർഡിന്റെ ഡയറക്ടറായി കാസിം ഇരിക്കൂരും അന്ന് പാർട്ടി നോമിനേറ്റ് ചെയ്ത് അതിന്റെ ഡയറക്ടറായിട്ട് ഇരിക്കുന്നു. CP അൻവർ സാദത്ത് എന്ന ഇന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മുഖാന്തരമാണ് ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് അതിന്റെ റൂൾസ് ഒക്കെ മറികടന്നുകൊണ്ട് ആ ബോട്ടിന് അനുമതിയും ലൈസൻസും വാങ്ങിക്കൊടുത്തു. നേരത്തെയും അഹമ്മദ് ദേവർകോവിലിനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ഷമീർ പയ്യനങ്ങാടിയെ നാഷണൽ യൂത്ത് ലീഗിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ജനം, കോഴിക്കോട്.